അത് എത്ര 50 രൂപയ്ക്കാണ്ട് തരാം. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ഇല്ല അതിനകത്ത് പുഴു ഉണ്ടെങ്കിൽ പറഞ്ഞ പുഴുവിന്റെ കാര്യം. അത് നമ്മൾക്ക് കിട്ടിയ ടൈപ്പാ. അതിനകത്ത് പൊതുവെ പുഴുവുള്ളത്. പുഴുവിൻ്റെ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നൊരു റാൻഡം റൈഡിന് പോയി. എങ്ങോട്ടെന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ കൂടെ വേണം പോകാനായിട്ടെന്ന്. അപ്പോൾ അവിടെ അടുത്ത് നമുക്ക് ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാമിൽ കുറേ മാങ്ങയും പേരയ്ക്കയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. 50 രൂപയ്ക്കാണ് 1 കിലോ നമുക്ക് തരുന്നത്. അങ്ങനെ 2 കിലോ ഞങ്ങൾ വാങ്ങിച്ചു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ മാങ്ങ എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. സീസൺ തീരുന്നതിന് മുമ്പ് നല്ല കുറച്ച് മാങ്ങ കഴിക്കാനാണ് പ്ലാൻ. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതിനെ തകർക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാഴ്ചകൾ. ഹരിതാപം പച്ചപ്പൊക്കെ നിറഞ്ഞ വഴികൾ, ചെളിയിൽ കുളിച്ച് നിറം മങ്ങിയ പോത്തൂട്ടന്മാർ, റെഡിയൊക്കെ കഴിഞ്ഞു പോകുന്ന ആട്ടിൻകുട്ടികൾ, ശാന്തമായ ലേക്ക്, ഹോണ്ടഡ് ഫീൽ തരുന്ന പഴയ ഫാക്ടറി, നാടിൻ്റെ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന തെങ്ങിൻ തോപ്പുകൾ. അങ്ങനെ ഞങ്ങൾ ഷെല്ലിലെത്തി. ഷെല്ല് കിട്ടിയ സമയത്ത് റെസ്റ്റ് റൂം ആയിരുന്നു മിഷൻ നമ്മുടെ. അത് പിന്നെ കോഫി ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറി. അവിടെ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഫിൽറ്റർ കോഫിയും വടാപ്പാവും വന്നു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് നല്ലൊരു സ്റ്റാഫായിരുന്നു. ചിലരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. കഥകളുടെ ഒടുവിൽ വീട്ടിലെത്തി ഞങ്ങൾ മാങ്ങ ചെത്തി നോക്കി. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായെന്ന് നമുക്ക് തോന്നുന്നത്. കയ്യോടെ ഞാൻ വന്നത് നല്ല മഞ്ഞളിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് തൊലി ഉൾപ്പെടെ തന്നെ ഞാൻ ചെത്തി എടുത്തു. മണവും ടേസ്റ്റും എല്ലാം കൂടി ഭയങ്കര ഒരു ഹരമാണ് ഇപ്പം മാങ്ങ എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷത്തോടെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. Thank you for supporting. Bye bye.